എന്നമ്മ പറയാറുണ്ട്. നമുക്ക് സ്വന്തം അച്ഛനമ്മമാരുടെ മുന്നിൽ പോലും കുട്ടികൾക്ക് കുഞ്ഞാകാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ആധുനിക ലോകത്തിൽ കുട്ടികളെ കുഞ്ഞുങ്ങളായി ഇരിക്കുവാൻ അനുവദിക്കുക, അവരുടെ പരിശുദ്ധി നഷ്ടപ്പെടാതെ ആധുനിക വിദ്യാഭ്യാസം നൽകുക, അതിന് കുട്ടിക്കാലം മുതൽ അവരിൽ സംസ്കാരം പകരാൻ സാധിക്കണം. അച്ഛനോടാണോ അമ്മയോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിന് അച്ഛനോടാണോ ഇഷ്ടം അമ്മയോടാണോ? മിക്കവാറും ചോദിക്കുക അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചായിരിക്കും. അപ്പോൾ ഉത്തരം പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കും, അപ്പോൾ അമ്മ ആംഗ്യം കാണിക്കും. അച്ഛൻ്റെ മുഖത്ത് നോക്കും, അച്ഛൻ പോക്കറ്റ് കാണിക്കും. ഏതായാലും രണ്ടു പേരോടും ഇഷ്ടമാണെന്നായിരിക്കും മറുപടി പറയുക. പക്ഷേ ചോദിക്കുന്ന ആൾ വീണ്ടും ചോദിക്കും, കൂടുതൽ ഇഷ്ടം ആരോടാണ്? അപ്പോൾ മൗനമായിരിക്കും. ഉത്തരം പറയാനാവാതെ മൗനമായിരിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഉത്തരമുണ്ട്. പല കുട്ടികളോടും അച്ഛനോടാണോ അമ്മയോടാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടുപേരെ ഇഷ്ടമല്ല. കാരണം മാതൃദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവർക്ക് മാതാവിൻ്റെ സ്നേഹം കിട്ടാതെ പോകുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ അച്ഛനമ്മമാർക്ക് കുട്ടികളുമായി സമയം പങ്കിടാൻ കിട്ടാതെ പോകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നിഷ്കളങ്കത നിലനിർത്തുക എന്ന്. ഞാൻ ജപ്പാനിൽ കുട്ടികളുടെ ഒരു ക്യാമ്പിൽ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് അർദ്ധരാത്രി സമയം നിങ്ങൾക്ക് വിശന്നു, എന്തു ചെയ്യും? അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞു. മിക്കവരും പറഞ്ഞത്, ഞാൻ അടുക്കളയിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കി കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചോദ്യം ഞാൻ ഇന്ത്യയിലെ കുട്ടികളോടാണ് ചോദിച്ചതെങ്കിൽ അവർ പറയും, ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും. നിങ്ങൾ എന്താ നിങ്ങളുടെ അമ്മയെ വിളിച്ചാൽ? അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? പക്ഷെ തിരിച്ച് ഞാൻ ഇന്ത്യയിൽ വന്നപ്പോൾ കോളേജ് വിദ്യാർത്ഥികളോട് ഈ ചോദ്യം ചോദിച്ചു. അവരുടെ ഉത്തരം കേട്ട് ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അർദ്ധരാത്രി സമയത്ത് വിശന്നാൽ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, ഞാൻ സെർവൻറ്റിനെ വിളിക്കും. ഞാൻ ചോദിച്ചു, എന്താ അമ്മയെ വിളിച്ചുകൂടെ? അമ്മയെ വിളിച്ചാൽ തൊഴി കിട്ടും. അമ്മ സീരിയലൊക്കെ കണ്ടിട്ട് വൈകിയായിരിക്കും ഉറങ്ങുക. അതിനുള്ളിൽ വിളിച്ചു നിർത്താൽ അമ്മയുടെ സ്വഭാവം മാറും. അതുകൊണ്ട് അമ്മയെ വിളിക്കാറില്ല. അപ്പോൾ ത്യാഗത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മുടെ അമ്മമാർ. ഈശ്വരന്റെ സ്നേഹം ആദ്യമായിട്ട് അനുഭവിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നത് അമ്മയിലൂടെ നിന്നാണ്. അമ്മയുടെ ഗർഭാധാരത്തിൽ കിടന്നാണ് ആദ്യത്തെ പാഠങ്ങൾ പഠിക്കുക. മാതൃഭാവത്തിന്റെ ശക്തി നമ്മുടെ അമ്മമാർക്ക് അറിയാമോ എന്ന് അറിയില്ല. മാതൃശക്തി കൊണ്ട് എന്തും നേടാൻ സാധിക്കും. പ്രപഞ്ച മാതാവിന്റെ സങ്കല്പം തന്നെ അതാണ്. മാതൃഭാവത്തിൽ ഭാവന ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അജയ്യരായി തീരാൻ സാധിക്കും. ഇതാണ് ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അവർക്ക് പ്രായം പ്രശ്നമില്ല. അമ്മ